നമസ്കാരം, പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം. തിരുവനന്തപുരം വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് പാട്ടത്തിന് കൈമാറിയതിനെതിരെയുള്ള ഹർജി ഹൈക്കോടതി തള്ളിയിരിക്കുന്നു. വിമാനത്താവളം അദാനി ഗ്രൂപ്പിന് കൈമാറിക്കൊണ്ടുള്ള കേന്ദ്ര സർക്കാർ തീരുമാനത്തിനെതിരെ സംസ്ഥാന സർക്കാരാണ് കോടതിയെ സമീപിച്ചത്. ജസ്റ്റിസുമാരായ കെ വിനോദ് ചന്ദ്രനും CS ഡയസും അടങ്ങുന്ന ബെഞ്ചാണ് വിധി പ്രസ്താവിച്ചത്. ഭൂമി ഏറ്റെടുക്കൽ അടക്കമുള്ള നടപടി സർക്കാരാണ് പൂർത്തിയാക്കിയത് എന്നതിനാൽ കേരളത്തിന് പരിഗണന വേണമെന്ന വാദം അംഗീകരിക്കാൻ സാധ്യമല്ലെന്ന് കോടതി വ്യക്തമാക്കി. ടെൻഡർ നടപടിയുമായി സഹകരിച്ച ശേഷം പിന്നീട് തെറ്റാണെന്ന് പറയുന്നതും ന്യായീകരിക്കാൻ സാധിക്കില്ല. ഒരു എയർപോർട്ടിന്റെ ലാഭം മറ്റൊരു എയർപോർട്ടിലേക്ക് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് പറയുന്നത് ശരിയല്ലെന്നും കോടതി നിരീക്ഷിച്ചു. സംസ്ഥാന സർക്കാരിന് പുറമെ വിവിധ സംഘടനകളുടേതടക്കം 7ഓളം ഹർജികളാണ് കോടതിയുടെ പരിഗണനയിൽ വന്നത്. എല്ലാ ഹർജികളും കോടതി തള്ളുകയും ചെയ്തു. വിമാനത്താവളങ്ങൾ പാട്ടത്തിന് കൊടുക്കാൻ തീരുമാനിച്ചത് പൊതുജന താൽപര്യാർത്ഥമാണെന്നാണ് കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചത്. കേന്ദ്ര സർക്കാരിന്റെ നയപരമായ തീരുമാനമാണെന്നും ഇതിൽ കോടതികൾ ഇടപെടരുതെന്നും കേന്ദ്ര സർക്കാർ ആവശ്യപ്പെട്ടു. വിമാനത്താവളങ്ങൾ പാട്ടത്തിന് നൽകുന്നത് വിശാലമായ താൽപര്യം മുൻനിർത്തിയാണെന്നും രാജ്യത്തെ നഷ്ടത്തിലായ വിമാനത്താവളങ്ങളുടെ നടത്തിപ്പ് കൂടി കണക്കിലെടുത്താണ് തീരുമാനമെന്നും കേന്ദ്ര സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. ലേലത്തിൽ പങ്കെടുക്കാൻ സംസ്ഥാന സർക്കാരിന് പ്രത്യേക ഇളവുകൾ അനുവദിച്ചിട്ടും പരാജയപ്പെട്ടുമെന്നും കേന്ദ്രം വാദിച്ചു. സംസ്ഥാന സർക്കാരിനെ മറികടന്ന് അദാനി ഗ്രൂപ്പിന് കരാർ നൽകിയതിൽ ക്രമക്കേട് ഉണ്ടായിരുന്നുവെന്നാണ് സർക്കാരിന്റെ വാദം. ലേല നടപടികൾ സുതാര്യമല്ലെന്നും സർക്കാർ ആരോപിച്ചു. ലേല നടപടികൾ അദാനിക്ക് വേണ്ടി നേരത്തെ തന്നെ പറഞ്ഞുറപ്പിച്ചതാണെന്നും സർക്കാർ വാദിച്ചിരുന്നു. അദാനി കോഡ് ചെയ്ത തുകയ്ക്ക് തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് ഏറ്റെടുക്കാൻ തയ്യാറാണെന്ന് സംസ്ഥാന സർക്കാർ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നു. ഇക്കാര്യം കാണിച്ച് സംസ്ഥാനം കത്ത് നൽകിയിട്ടും കേന്ദ്രം അവഗണിച്ചെന്നും സർക്കാർ കോടതിയെ അറിയിച്ചിരിക്കുന്നു. മുൻപരിചയമില്ലാത്ത അദാനി ഗ്രൂപ്പിന് വിമാനത്താവള നടത്തിപ്പ് നൽകിയത് വ്യവസ്ഥകൾക്ക് വിരുദ്ധമാണ്. മുൻപരിചയമുള്ള സർക്കാരിനെ അവഗണിച്ച് സർക്കാരിന്റെ ഭൂമിയിൽ പ്രവർത്തിക്കുന്ന വിമാനത്താവളം സർക്കാരിന് കൈമാറിയത് പൊതു താൽപര്യത്തിന് എതിരാണെന്നും സർക്കാർ ബോധിപ്പിച്ചിരുന്നു. എന്നാൽ ഈ വാദങ്ങൾ കോടതി തള്ളുകയായിരുന്നു. സംസ്ഥാന സർക്കാർ ഉയർത്തിയ കടുത്ത എതിർപ്പുകളെ മറികടന്നാണ് തിരുവനന്തപുരം വിമാനത്താവള നടത്തിപ്പ് അദാനി ഗ്രൂപ്പിന് നൽകാൻ തീരുമാനമായത്. 2 വർഷം മുൻപാണ് വിമാനത്താവള സ്വകാര്യവൽക്കരണത്തിന് നീക്കം തുടങ്ങുന്നത്. 2019 ഫെബ്രുവരിയിൽ നടത്തിയ ടെൻഡറിൽ അദാനിയാണ് മുന്നിലെത്തിയത്. സർക്കാരിന് വേണ്ടി പങ്കെടുത്ത കേസ് ADCC രണ്ടാമതാവുകയായിരുന്നു. വിമാനത്താവളം സ്വകാര്യവൽക്കരിക്കുന്നതും തീരുമാനത്തിൽ നിന്ന് പിൻവാങ്ങുമെന്നും മുഖ്യമന്ത്രി പ്രധാനമന്ത്രിയെ അറിയിച്ചിരുന്നു.